പഞ്ചായത്തിലും ഇൻഡോർ സ്റ്റേഡിയം, ഇവിടെ നമ്മുടെ രാജ്മോഹൻ മുൻകൈയെടുത്ത് ഇവിടെ ഓപ്പൺ ഒരു സ്റ്റേഡിയം പണിയുന്നത് കൊണ്ട് അപ്പുറത്ത് ഓപ്പൺ സ്റ്റേഡിയം വേണ്ട, ഒരു ഇൻഡോർ സ്റ്റേഡിയം മതി എന്ന് അവരാവശ്യപ്പെട്ടു. സാഗര എന്ന് പറയുന്ന ഒരു സമിതി അവർ ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് 25 സെന്റ് സ്ഥലം റെക്കോർഡ് ചെയ്തു, രജിസ്ട്രേഷനായി. അതോടുകൂടി ആ ഫണ്ട് അവിടെ നമുക്ക് വിനിയോഗിക്കാനാവും. അങ്ങനെ വെള്ളറ പഞ്ചായത്തിലെ കായിക പ്രേമികൾക്ക്, യുവജനങ്ങൾക്ക് ഇവിടെ ഓപ്പൺ സ്റ്റേഡിയവും അവിടെ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയവും പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ കായിക പ്രേമികൾക്ക് എന്നും ഇത് രണ്ടും ആശ്രയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിൽ പുതിയ തലമുറയിലേക്ക് കായിക മേഖലയിൽ അവർക്ക് വളരാനും വികസിക്കാനുമുള്ള അവസരം ഒരുക്കുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊരു കളിക്കാൻ വേണ്ടതാണ്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ കായികമായിട്ടുള്ള ശേഷി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും നോക്കിയിരുന്നാൽ ബോധ്യമാവും. അങ്ങനെയാണ് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ അതിനെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവിടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ആ കാര്യത്തിൽ വെള്ളറ ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വെള്ളറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്നേഹോപകാരം ബഹുമാനമുള്ള പ്രസിഡന്റ് ഇപ്പോൾ MLA-ക്ക് നൽകി ആദരിക്കുന്നു. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വെള്ളറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായകൻ ശ്രീ M. രാജ്മോഹൻ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട
പാറശാലയുടെ MLA വളരെ നേരത്തെ തന്നെ ഈ പ്രോഗ്രാം വന്നു. അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തി കടന്നുപോയി. ഇവിടെ ഉദ്ഘാടകനായിട്ട് വെള്ളറ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ആരംഭിക്കുകയും ആ സ്റ്റേഡിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായി അദ്ദേഹം തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നമുക്കറിയാം, വെള്ളറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിലേറി 4.5 വർഷം പിന്നിടുമ്പോൾ ഈ ഭരണസമിതിക്ക് തുടങ്ങിയ വർഷം മുതൽ ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുക എന്ന വലിയൊരു ദൗത്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപ് വെള്ളറ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച അശോക് കുമാർ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ദീപശിഖ ഏറ്റുവാങ്ങുവാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബന്ധമായി ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കും നമുക്കറിയാം, ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ സഹകരിക്കുന്നത് നാട്ടിലെ നല്ലവരായ നാട്ടുകാരാണ്. ഇവിടെ ഈ യോഗം നടക്കുമ്പോൾ ഇത് കാണുവാൻ വേണ്ടി വന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇത് കാണുവാനായിട്ട് വന്നു. ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് 2020 കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്റ്റേഡിയം പരിശോധിക്കുമ്പോൾ ഇവിടെ കളിക്കാൻ വന്ന ഓരോരുത്തർക്കും അറിയാം, ഈ സ്റ്റേഡിയത്തിനകത്ത് ഈ ഗേറ്റിനകത്തോട് ഒരാളിന് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം മാറ്റി ഇവിടെ ഈ ഒരു സംവിധാനം ഒരുക്കുവാൻ തീർച്ചയായിട്ടും ഇവിടെ കായിക രംഗങ്ങളിൽ നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ കേരളോത്സവം നടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് കേരളോത്സവം ആരംഭിച്ചത്. നാളിതുവരെ കേരളോത്സവം നമ്മുടെ ഈ സ്ഥലത്ത് വെച്ച് നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയും സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നിട്ട് ഒരു ദിവസം പോലും കേരളോത്സവത്തിന്റെ കായികമേളയോ കലാമേളയോ നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വർഷം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം അടുത്ത മാസം കേരളോത്സവം ആരംഭിക്കുകയാണ്. ആ കേരളോത്സവം നിർബന്ധമായും നമുക്കിവിടെ നടത്തുവാനായിട്ട് കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനായിട്ടുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ മേഖലകളിലും നമുക്ക് ലഭ്യമായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരുപക്ഷെ വിവിധ ഏജൻസിയുമായി നമ്മൾ ടൈപ്പായി ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയില്ല, നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, നമുക്കിന്ന് ഉദ്ഘാടനം കഴിക്കുവാനും കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ആരുടെയും മുൻപിൽ തലകുലിക്കാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇതിന്റെ അധ്യക്ഷനായിരുന്നത് പാറശാലയുടെ ബഹുമാനപ്പെട്ട MLA ആയിരുന്നു. അദ്ദേഹം ഇവിടെ മറ്റ് പരിപാടികൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യമായി അദ്ദേഹം കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്. ഒരുപക്ഷെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ എന്ത് ചോദിച്ചാലും അതിന് അക്ഷരം പ്രതി ഉടനടി മറുപടി നൽകാൻ കഴിയുന്ന കേരളത്തിന്റെ ശക്തനായ പ്രതിപക്ഷ നേതാവ്, നാളെയുടെ സ്വപ്നമാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദി ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ അതിഥിയായി കടന്നു വന്നത് കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. പുതുപ്പള്ളിയിൽ ഇവിടെ
പ്രിയങ്കരനായ കേരളത്തിന്റെ അഭിമാനമായ ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ, ഇവിടുത്തെ പുതുപ്പള്ളിയുടെ പുതിയ MLA ശ്രീമാൻ ചാണ്ടി ഉമ്മൻ അവറുകൾ, അദ്ദേഹത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ വെള്ളന ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം പണി പൂർത്തിയായി, ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. വേറിട്ട ഒരു തീരുമാനമില്ല. സ്റ്റേഡിയമാണോ, എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റേഡിയമാണ് എന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ എത്തിക്കൊള്ളാം എന്ന് എന്നോട് പറഞ്ഞു. കൃത്യസമയം തന്നെ അദ്ദേഹം ഇവിടെ എത്തി. നാളെയുടെ പ്രതീക്ഷയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഇവിടെ വേദിയിലായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീമതി അൻസജിത റസൽ അവர்கள், നമ്മുടെ നിയോജക മണ്ഡലത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ, തൊട്ടടുത്ത പഞ്ചായത്തിൽ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിശക്തമായിട്ടുള്ള ഇടപെടലും ശക്തമായിട്ടുള്ള ഫണ്ട് വിനിയോഗവും വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിനൊരു താങ്ങായി പ്രവർത്തിക്കുന്ന ഏറെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാവിൻസൻ, ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമാദ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാവിൻസനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമാൻ KG മന്ത്രദാസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അദ്ദേഹത്തെ പറഞ്ഞു, മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന C. അശോക് കുമാർ, അദ്ദേഹത്തിന്റെ കാലത്ത് ചുവര് അദ്ദേഹം ഉണ്ടാക്കി, ചിത്രം ഞാൻ വരച്ചു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമാൻ J. ഷൈൻകുമാർ അവർ കലാകായിക രംഗങ്ങളിൽ ആ മേഖലയിലൊക്കെ ശക്തമായിട്ട് ഗ്രന്ഥശാലകളെയൊക്കെ സഹായിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറെ ബഹുമാനിയനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ J. ഷൈൻകുമാർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, ഒരുപക്ഷെ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഈ വാർഡിലെ മെമ്പറായിരുന്നു. 5 വർഷക്കാലം ഇവിടെ മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ അവർ പഞ്ചായത്ത് അംഗമായിരുന്നില്ല. തിരിച്ച് വീണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കടന്നു വരുമ്പോൾ ഈ വാർഡിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം പന്നിമല വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് ഉള്ളത്. ഈ ഒരു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്ന് വളരെ ശക്തമായി സഹായിച്ച് നേതൃത്വം നൽകിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി S. ജയന്തിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ഗിരീഷ് കുമാർ അവർ നമ്മുടെ ഈ സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായി, എവിടെയായി എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഇവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് കഴിയുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങളുമായി ഏറെ സഹകരിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ് കുമാർ അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗങ്ങളായ ശ്രീമതി അനി പ്രസാദ്, ശ്രീമതി ഷാ എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ ആനപ്പാറ രവി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. BJPയുടെ എന്റെ പ്രിയ സുഹൃത്ത് ചൂണ്ടിക്കൽ ശ്രീകണ്ഠനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ, ഒരുപാട് മെമ്പർമാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുമ്പോൾ, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടത്തുമ്പോൾ വിവിധ മേഖലകളിൽ, അത് വിദ്യാഭ്യാസ മേഖലയിലും അല്ലാതെയും ഒക്കെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മിടുമിടുക്കന്മാരായ മിടുക്കിമാരായ അവരെ ഈ വേദിയിൽ ആദരിക്കണമെന്ന് തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി SSLC+2 ഫുൾ ആളുകളെയും വിവിധ മേഖലയിലുള്ള ആളുകളെയും
പത്രമാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന സമ്മേളനം അതൊരു വൻപിച്ച വിജയമാക്കുവാൻ വള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ സെക്രട്ടറി, മുൻ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, പഞ്ചായത്തിലെ AS, JS, അതുപോലെ തന്നെ നമ്മുടെ VOമാർ, അങ്ങനെ എല്ലാ മേഖലയിലും ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ 3 കോൺട്രാക്ടർമാരാണ് ഈ സ്റ്റേഡിയത്തിന്റെ പണി ഈ നിലയിലായിട്ട് എത്തിച്ചത്. ഒരാൾ പൂർണ്ണരാജ്, മറ്റൊരാളിന്റെ പേര് എനിക്ക് വിട്ടുപോയി, അവസാനമായിട്ട് ശങ്കറാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ വരുത്തി പറയുമ്പോഴും അതെല്ലാം നമ്മൾ സഹകരിച്ചുകൊണ്ട് ഇതിന്റെ വികസനത്തിന് വേണ്ടി, ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകളെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗത പ്രസംഗത്തിലൂടെ ഈ വേദിയെ ധന്യമാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൃദ്യമായ നന്ദി. നല്ലൊരു വാഗ്മി, വായനാശീലമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമ, ഏതൊരു ചോദ്യത്തിനും കൃത്യമായ ഉത്തരം കൊടുക്കുന്ന വ്യക്തിത്വം, കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും സ്നേഹബഹുമാനമുള്ള VD സതീശൻ അവരുകളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനാൽ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. വളരെ നിറഞ്ഞ സന്തോഷത്തോടുകൂടിയും അതുപോലെ നല്ല അസൂയോടുകൂടിയാണ് ഞാൻ ഈ സ്റ്റേഡിയത്തെ നോക്കി കാണുന്നത്. ഗംഭീര സ്റ്റേഡിയം, അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. 1 ഏക്കർ 40 സെന്റ് സ്ഥലം ഒരു പഞ്ചായത്ത് വാങ്ങിച്ച്, പിന്നീട് വന്ന പഞ്ചായത്ത്, പിന്നീടല്ല ഒരു ഗ്യാപ്പിന് ശേഷം വന്ന രണ്ടാമത്തെ പഞ്ചായത്ത് 1,40,00,000 രൂപ മുടക്കി മനോഹരമായ ഒരു സ്റ്റേഡിയം പണിതിരിക്കുക. ഇതെന്താണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്? ഇനി വരാനിരിക്കുന്ന ഈ പഞ്ചായത്തിൽപ്പെട്ട തലമുറയിൽപ്പെട്ട ഒരാളെ പോലും ഒരു ലഹരി മരുന്നിൻ്റെ അടിമയാക്കി നമ്മൾ വിടില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ സ്റ്റേഡിയം. വെറുതെ അല്ല, ഈ സ്റ്റേഡിയം ഇവിടെ ഫുട്ബോൾ കളിക്കാം, ഇവിടെ ക്രിക്കറ്റ് കളിക്കാം, അല്ലേ, ഓടാം, ചാടാം, എല്ലാ പ്രാക്ടീസും നടത്താം. നീ പ്രായമായവർക്ക് വേണമെങ്കിൽ വന്ന് വാക്ക് വേണ്ടി അവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി പർപ്പസാണ്, വിവിധ ഉദ്ദേശത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല ആരോഗ്യ ബോധ്യമുള്ള ഒരു യുവത്വത്തെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ വളർത്തിയെടുക്കാൻ ഇതുകൊണ്ട് കഴിയും. ഈ ലഹരി മരുന്നൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിക്കാൻ കാര്യം നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളില്ല,
കളിയില്ല, പ്രാക്ടീസ് ഇല്ല, ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പോയത്. ഇവിടെ കളിക്കുന്ന കുട്ടികളും കളി കാണാമെന്ന് നിൽക്കുന്ന കുട്ടികളൊന്നും വേണ്ടാത്ത പരിപാടിക്കൊന്നും പോവില്ല. കാരണം അവർക്ക് ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും. നല്ല ബോധ്യം, ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകൾ ഒരാളും വേണ്ടാത്ത ഒരു പരിപാടിക്കും പോവില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അവരെ കെണിയിലാക്കാൻ വേണ്ടി വലിയ സംഘം കാത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നിങ്ങൾ അറിയണം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ 15 പേരാണ് മാതാപിതാക്കളിൽ ആരെങ്കിലും കൊന്നത്. നിങ്ങൾ കണക്കെടുക്കണം. മാതാപിതാക്കളെ കൊന്നവരാണ് കുട്ടികൾക്ക് നല്ല ഓർമ്മയും നോർമലാണെങ്കിൽ അത് ചെയ്യോ? എന്തെല്ലാം അതിക്രമങ്ങളാണ് നടക്കുന്നത്. ക്രൈമിൻ്റെ സ്വഭാവം തന്നെ, കുറ്റകൃത്യം നടത്തുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറി ക്രൂരമാണ്. അപ്പം അതിൽ നിന്നും നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വലിയ അർത്ഥത്തിലാണ് കാണുന്നത്. അത് നിങ്ങളെല്ലാവരും, നമ്മുടെ ഒരു കുഞ്ഞിനെ പോലും കൊലയ്ക്ക് കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം നമ്മൾ ഒരുമിച്ച് നടത്തുന്നത്. പഞ്ചായത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് അതിനെ നയിക്കുന്നു. ഞാൻ 1 ഏക്കർ 40 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ നേതൃത്വം കൊടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അശോക് കുമാറിനെയും അന്നത്തെ ഭരണസമിതിയെയും, അത് പിന്നീട് വന്ന് 5 കൊല്ലം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ല. ഉത്സാഹത്തോടു കൂടി, വാശിയോടുകൂടി തൻ്റെ ഭരണ സമയം തീരുന്നതിന് മുമ്പ് അത് നടപ്പാക്കുമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി അത് പൂർത്തിയാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹനെ, മുഴുവൻ ഭരണസമിതി അംഗങ്ങളെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇത് നമ്മുടെ നാടിനൊരു മാതൃകയാണ്. ഒരു പഞ്ചായത്തിന് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ സ്ഥിതിയൊക്കെ മോശമാണ്, പൈസയൊന്നും കിട്ടുന്നില്ല കറക്റ്റായിട്ട്. ഭയങ്കര ഞാൻ എപ്പോഴും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. ആദ്യത്തെ ഗഡു ആഗസ്റ്റിലാണ് കിട്ടുന്നത്, പിന്നത്തെ ഗഡു ഡിസംബറിൽ കിട്ടുന്നത്, പിന്നെ വല്ലപ്പോഴാണ് കിട്ടുന്നത്. 3ാമത്തെ ഗഡു കിട്ടുമ്പോൾ തലേദിവസം ട്രഷറി അടയ്ക്കും. കാശ് കിട്ടിയതേ ഉള്ളു, പൈസ മാറാൻ പറ്റില്ല, കടലാസിലേ ഉള്ളു ചെക്ക്. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ലഭ്യശ്രീ യോഗമാണ്. ലഭ്യത തന്നെ ഉണ്ട്, എന്നാൽ അലഭ്യതയാണ്, സാധനം കയ്യിലില്ല. ചിലരുടെ ജാതകം തുറക്കുമ്പോൾ കാണും, ആദ്യം തന്നെ എഴുതി വെച്ച് കാണും ഭയങ്കര രാജയോഗമാണ്, ഭയങ്കര സന്തോഷവും ഇല്ലേ. ഒരു 3-4 പേജും വരയ്ക്കുമ്പോൾ എഴുതി കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഇത് രാജയോഗം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ കേരളത്തിലെ സ്ഥിതി, ജില്ലാ പഞ്ചായത്തിൻ്റെത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത്, എല്ലാവരുടെയും സ്ഥിതി അതാ. കൃത്യം പൈസ കിട്ടുമ്പോൾ അത് ചെലവഴിക്കാൻ പറ്റുന്നില്ല. അവരെ അടുത്ത വർഷത്തേക്ക് മാറ്റിക്കൊള്ളാൻ പറയും അല്ലേ, സ്പിൽ ഓവർ തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞ കൊല്ലം തരാതിരുന്ന കാശ് അടുത്ത വർഷത്തേക്ക് തരുമെന്ന്. അവർ അടുത്ത വർഷത്തെ പദ്ധതി എന്ന് കാശെടുത്തോളാൻ പറയും. അപ്പോൾ അടുത്ത വർഷത്തെ പദ്ധതിയും ക്ലീനായി, ഏകദേശം അതിൻ്റെ നിവൃത്തിയായി. ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്രയും മനോഹരമായ ഒരു പദ്ധതി പൂർത്തിയാക്കിയത്. ഞാൻ കരുതുന്നു ഈ നാട് ഇതിനെ ഉത്സവമാക്കി മാറ്റി ആ നാടിലെ മുഴുവൻ ജനങ്ങൾക്കൊരു സന്തോഷകരമായ ഒരു വലിയ സമ്മാനമാണ്. ഓണത്തിന് മുമ്പ് പഞ്ചായത്ത് നൽകിയ ഓണ സമ്മാനമാണ് ഈ സ്റ്റേഡിയം ഗ്രൗണ്ട് ഈ നാടിലെ ജനതയ്ക്ക് മുഴുവൻ. തീർച്ചയായിട്ടും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി വെള്ളകട പഞ്ചായത്തിന് മാതൃകയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ നോട്ടീസ് കൊണ്ടുപോകാം എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ കാണിക്കാൻ വേണ്ടി, ഒന്നും കൂടി ഉഷാറാവാൻ വേണ്ടി, തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി, നിറഞ്ഞ മനസ്സോടുകൂടി വെള്ളകട ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പ്രിയങ്കരനായ ജവഹർലാലിൻ്റെ നാമധേയത്തിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഉദ്ഘാടന സമ്മേളനം നടത്തിയ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഹൃദ്യമായ നന്ദി. മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ കേരളത്തെ എന്നും ആദരവോട് നമ്മൾ നോക്കിക്കാണുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ അവറുകളാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പേരിൽ മുഖ്യ സന്ദേശം നൽകുവാനായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ, ജനകീയ വിഷയങ്ങൾ പക്ഷെ മൊത്തം കാര്യം പറഞ്ഞില്ല. പ്രസിഡന്റ് വിളിച്ചപ്പോൾ പറഞ്ഞു സ്റ്റേഡിയം ഉണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ കൊണ്ടാണ് ഞാൻ വന്നത്.
നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് സൂചിപ്പിക്കും. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി നമുക്കറിയാം. കഴിഞ്ഞ നാളുകളിൽ ശ്രദ്ധിച്ചാൽ ഞാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ എനിക്ക് നേരത്തെ സൂചിപ്പിക്കാൻ സാധിച്ചില്ല. ഈ നാടിന് കുറെ ബാക്ക്ലോഗ് ഉണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങളുടെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. ആവശ്യമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിച്ച് കുടുംബങ്ങളെ തകർക്കുന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ശൈലിയിൽ ഒരു വ്യത്യാസം, ചില കണ്ടുപഠിക്കേണ്ട വ്യത്യാസമുള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുക. ഇവിടെ ഈ സ്റ്റേഡിയം പ്രതിപക്ഷ നേതാവ് പങ്കുവച്ച അതേ വികാരം തന്നെയാണ് ഞാനും പങ്കുവെക്കുന്നത്. ചെറിയൊരു അസൂയയോട് കൂടിയാണ് ഞാൻ ഇത് കാണുന്നത്. കാരണം എന്റെ മണ്ഡലത്തിൽ ഞാൻ പലവധി അവസരങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുക, എങ്ങനെ സ്റ്റേഡിയം നല്ലത് വെക്കാം എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 10 കോടിയുടെ ഒരു സ്റ്റേഡിയം പണിയുന്നതാണ്. ഞാൻ പലതവണ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു 2 വർഷത്തെ ചുരുങ്ങിയ സമയം ഉണ്ടായിരിക്കാം അത്രയും ഒരു നല്ലൊരു സ്റ്റേഡിയം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഞാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ ഒരു ടർഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊരു ടർഫ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് ശ്രീ രാഹുൽജിയാണ് അതിന്റെ പണി ആരംഭിക്കുവാനുള്ള പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പ്രവർത്തനം നടക്കുമ്പോൾ ഒരു പഞ്ചായത്ത് ഇത്രയും എഫേർട്ട് എടുത്ത്, അത് ശ്രീ അശോക് കുമാർ നേതൃത്വത്തിൽ സ്ഥലം മേടിക്കുന്നു. അതിനുശേഷം വന്ന പഞ്ചായത്ത് സമിതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലാത്തപ്പോഴും ഈ പഞ്ചായത്ത് സമിതി ശ്രീ എം രാജ്മോഹൻ അവരുടെ നേതൃത്വത്തിൽ ഇത്രയും നല്ലൊരു ദേശീയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം അത് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ അസൂയയോട് കൂടിയാണ് ഞാൻ പോകുന്നത്. കാരണം പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത UDF സർക്കാർ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണമെന്ന് കൂടി പ്രതിപക്ഷ നേതാവിനോടും മറ്റുള്ള നേതാക്കളോടും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും മികച്ച നമ്മുടെ നാടിന് മികച്ച സ്റ്റേഡിയങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. ജയ ഈ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ സാറിന് ഹൃദ്യമായ നന്ദി. അടുത്തതായി വെള്ളറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും പന്തിവനം വാർഡിന്റെ മെമ്പർ ശ്രീമതി ജയന്തി അവர்களെയും നമ്മുടെ നാട്ടിലെ കായിക പ്രേമികളായ യുവജനങ്ങൾ ആദരവ് നൽകുന്നു. അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം വാങ്ങിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ അശോക് കുമാറിനെ ആദരിക്കുന്നു. വെള്ളടി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായ പ്രസിഡന്റ് ഹൃദ്യമായ നന്ദി. അടുത്തതായി വെള്ളടി ഗ്രാമപഞ്ചായത്തിന് മറ്റൊരു പൊടുത്തൂവൽ കൂടെയുണ്ട്. ആറാട്ടുകുഴി പ്രദേശത്ത് സിദ്ധധർമ്മ മേഖലയിൽ വലിയൊരു ചികിത്സയുടെ വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ വിവേക് JS-നെ ആദരിക്കുന്നതിനായി സ്നേഹബഹുമാനമുള്ള പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും സ്നേഹാദരവോടുകൂടെ ക്ഷണിക്കുന്നു. +2 പരീക്ഷയിൽ 1200 മാർക്ക് വാങ്ങിയ MBK സുന്ദർ അവരെ ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഹൻസജിത റസൽ അവരെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ഞാനും കൂടെ വരുമായിരുന്നു. പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റേഡിയം ഉപയോഗിക്കുന്നവർക്ക് അത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതിനും ആ സ്വഭാവ രൂപീകരണത്തിലൂടെ
നമ്മുടെ പഞ്ചായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള ജീവിതം നയിക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ആശംസ പ്രസംഗത്തിലൂടെ വേദിയെ ധന്യമാക്കിയ ബഹുമാനമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഹൃദ്യമായ നന്ദി. അടുത്തതായി ആശംസാ സന്ദേശം നൽകുന്നതിനായി വെള്ളാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സലാ വിൻസെന്റ് അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് ശേഷം ഇവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനമുള്ള പ്രതിപക്ഷ നേതാവ് ിനുള്ള സഹായ സഹകരണവും നല്ലൊരു അന്തരീക്ഷവും ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലഹരി ഉപയോഗങ്ങളുടെയും ആസക്തിയിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ യുവ തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സ് സന്തോഷിച്ചുകൊണ്ട് നല്ല ഉല്ലാസ കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഷൈൻ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമ്മുടെ നാടിന് രാഷ്ട്രീയ ഭേദമില്ല, എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് കൈകോർത്താൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സ്റ്റേഡിയം. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണസമിതി ഈ പ്രദേശത്ത് ഇത്തരം നല്ലൊരു സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ച് ഈ സ്ഥലം വാങ്ങുകയും തുടർന്നുള്ള നാളുകളിൽ അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ഭരണസമിതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭരണസമിതി അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് വളരെ നല്ല രീതിയിൽ പ്രായോഗികമായി ഇത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ഇവിടെ MLA നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാറശാല മണ്ഡലത്തിൽ ബഹുമാന്യനായ MLA എല്ലാ പഞ്ചായത്തിലും ഓരോ സ്റ്റേഡിയം നിർമ്മിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ യോഗത്തിൽ തന്നെ ബഹുമാന്യനായ MLA മറ്റൊരു സ്റ്റേഡിയം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കിളിയൂർ പ്രദേശത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം 1 കോടി രൂപ നൽകി അത് പൂർത്തീകരിക്കുന്നതിനുള്ള പ്രഖ്യാപനം അദ്ദേഹത്തോട് നടത്തി. വാസ്തവത്തിൽ എല്ലാ പഞ്ചായത്തുകളിലെയും നമ്മുടെ തലമുറയ്ക്ക് കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാറശാല മണ്ഡലത്തിലും 8 പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു വരുന്നത്. അത് ഈ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ചെയ്തത് മറ്റു പഞ്ചായത്തുകളിൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു. ഇത് നമ്മുടെ നാടിന് അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സന്തോഷം നിറഞ്ഞ ഈ സന്ദർഭത്തിൽ എന്നെ ക്ഷണിക്കുകയും ഇതിൽ പങ്കാളിയാകുവാനും കഴിഞ്ഞതിനുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവച്ച് എല്ലാവിധ ഭാവങ്ങളും നേർന്നു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹബഹുമാനമുള്ള ആനപ്പാറ ലിപി അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യന്മാരായ ശ്രീ കൂടാളി ഷാജി അവர்களാണ്. തീർച്ചയായും ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ കാണുന്ന മനോഹരമായ സ്റ്റേഡിയം. എനിക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നടന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായും അത് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനവും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ നമുക്ക് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം ഒരു കാരണവശാലും തന്നെ കടത്താൻ പാടില്ല. അവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഒരേ മനസ്സായിരുന്നാൽ മാത്രമേ വികസന കാര്യങ്ങൾ വളരെ നാടിൻ്റെ നന്മയായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി
BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കൽ ശ്രീകണ്ഠൻ അവരെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമുക്കറിയാം 10 വർഷം വേണ്ടി വന്നു ഈ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ. 10 വർഷത്തിന് മുമ്പ് വാങ്ങിയ വസ്തുവിൽ തുടർന്ന് വന്ന ഭരണസമിതികൾക്ക് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും അതിനുശേഷം വന്ന ഈ ഭരണസമിതി ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് വെള്ളട പഞ്ചായത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ ഒരു ആവേശമാണ് ഒരു സ്റ്റേഡിയം. വെള്ളട ജംഗ്ഷനിൽ തന്നെ KSRTCയുടെ വസ്തുവിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഡിയം KSRTC വിട്ടുകൊടുത്തപ്പോൾ ഇവിടെ സ്റ്റേഡിയം എന്നൊരു കാര്യം അടഞ്ഞ അധ്യായമായിരുന്നു. അതിനെ മുൻകൈയെടുത്ത വസ്തു വാങ്ങാൻ മുൻകൈയെടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അശോക് കുമാറിനെയും അത് പ്രാവർത്തികമാക്കിയ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹനെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനമുള്ള ശ്രീ അശോക് കുമാർ അവരെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ഈ സ്ഥലം വാങ്ങിയത് ബഹുമാനമുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ സാറിന്റെ അവരുടെ കാലഘട്ടത്തിലായിരുന്നു. 2015 ഈ സ്ഥലം വാങ്ങുന്നത്. പക്ഷെ സ്ഥലം വാങ്ങാനുണ്ടായ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സ്ഥലം വാങ്ങണമെങ്കിൽ അന്ന് ഈ വാർഡിൻ്റെ മെമ്പറായിരുന്ന ശ്രീമതി ജയന്തി അന്ന് പള്ളിയിലച്ചന്മാരുടെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വില വെച്ച പ്രമാണം 2 പ്രമാണങ്ങൾ വാങ്ങിത്തന്നത് വില്ലേജ് ഓഫീസറും തഹസിലും കണ്ടാൽ മാത്രമേ സ്ഥലം വാങ്ങാൻ ആദ്യ നടപടികൾ ആരംഭിച്ചു. അതുമാത്രമല്ല, പഞ്ചായത്ത് സ്ഥലം പരിശോധിക്കണം, പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥലം പരിശോധിക്കണം, മറ്റ് സെക്രട്ടറി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. അതുമാത്രമല്ല, ഈ സ്ഥലം വാങ്ങണമെങ്കിൽ ഈ പൈസ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തു വാങ്ങണമെങ്കിൽ സർക്കാർ പൈസ കൊടുക്കില്ല. കൊടുക്കണമെങ്കിലോ ഈ സ്ഥലം സർക്കാർ ഇടപാട് ചെയ്ത് വാങ്ങി അത് പോക്കുവരവ് ചെയ്ത് അതിനെ പട്ടയം പിടിച്ച് സെക്രട്ടറി അത് ട്രഷറിയിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ പൈസ ലഭ്യമാകുള്ളൂ. അപ്പോൾ ഏകദേശം 1.5-2 മാസമുണ്ട്. ഇത്രയും കാലയളവിനുള്ളിൽ ഈ വസ്തു തന്ന നമ്മുടെ കോവിലൂർ കാശ്മീരി ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ്റെ അന്വേഷണമാണെന്ന് തോന്നുന്നു. സൈമൻ എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങേരെ നിങ്ങൾ ധൈര്യമായി പഞ്ചായത്തിന് വസ്തു എഴുതി കൊടുക്കൂ. നിങ്ങളുടെ പൈസ എത്ര ലക്ഷമായാലും പഴയ പ്രസിഡന്റ് തരും. തന്നില്ലെങ്കിൽ ഞാൻ തരുമെന്ന് പറഞ്ഞ് ഈ കത്തിപ്പാറ പച്ചപ്പാറടിക്കുന്ന വിജയൻ അയാൾക്ക് വാക്ക് കൊടുത്തു. പൈസ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും, കിട്ടിയില്ലെങ്കിൽ പൈസ ഞാൻ തരാമെന്ന് ഉറപ്പിന്മേൽ അങ്ങയുടെ ഭാര്യയും കൂടെ വന്ന് വസ്തു ഇടപാട് ചെയ്തത്. അങ്ങനെ തരാൻ തയ്യാറായതുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിലുള്ള സ്ഥലം വാങ്ങാൻ നമുക്ക് സാധിച്ചത്. അന്ന് എൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ്, പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് യേശുദാസൻ, പ്രസിഡന്റിന്റെ സഹധർമ്മിണി ശ്രീമതി സുഗന്ധി വൈസ് പ്രസിഡന്റായിരുന്നു. അതുപോലെ അന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നത് ഭൂതാലി ഷാനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG മംഗൾദാസ്. ഇങ്ങനെ അതുപോലെയുള്ള ഈ വാർഡിന്റെ മെമ്പർ അന്ന് ഈ സ്ഥലം വാങ്ങുമ്പോഴും ഈ വാർഡ് മെമ്പർ ജയിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോഴും ഈ വാർഡ് മെമ്പർ ജയിക്കുകയാണ്. അപ്പോൾ ജയന്തിയുടെ ഭാഗത്ത് നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായി. അങ്ങനെ കടം വെച്ച് വസ്തു വാങ്ങി സർക്കാരിൻ്റെ പേര് ഇടപാട് ചെയ്ത് പ്രമാണം ട്രഷറിയിൽ സെക്രട്ടറി അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ആ ആളിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആരും സ്ഥലം കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ തയ്യാറായ ആ സൈമനും അതിനെ പ്രേരണ കൊടുത്ത വിജയനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നന്ദി പറയുക. അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ ജയന്തിക്കറിയാം, ഇവിടെ സ്ഥലം വാങ്ങിയതിനകത്ത് കാലുകുത്താൻ ഇവിടെയുള്ള കുറേ ആളുകൾ ഗുണ്ടായുസത്തിലൂടെ നമ്മളെ പരത്തി, അതും നമ്മൾ അതിജീവിച്ചു. അങ്ങനെ സ്ഥലം വാങ്ങിയിട്ട്
അതിനുശേഷം വന്ന ഭരണസമിതി ഇതിന് ആവശ്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ 2020 വന്ന രാജ്മോഹന്റെ നേതൃത്വം വന്ന ഭരണസമിതിയാണ് ഇത് പഞ്ചായത്തിൻ്റെ അല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ 23 മെമ്പർമാരുടെയും വാർഡുകളിൽ വികസനത്തിന് കൊടുക്കേണ്ട പൈസ എല്ലാ മെമ്പർമാരുടെയും സഹകരണത്തോടു കൂടിയാണ് പ്ലാൻ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഫണ്ടുമൊക്കെ വിനിയോഗിച്ച് ഈ പണി ഇന്ന് പൂർത്തിയാക്കി. അതിന് മിടുക്ക് കാണിച്ചത് ഈ പഞ്ചായത്ത് ഫണ്ട് സമിതിയാണ്. അവർക്കും എല്ലാ നന്ദികളും പറഞ്ഞുകൊണ്ട് ഞാനത് വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിനാൽ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ശ്യാം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അവസാന കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയം വാങ്ങിയത്. ഈ സ്ഥലം വാങ്ങിയപ്പോൾ ഒരുപാട് അലിഗേഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് വളരെ രാഷ്ട്രീയമായിട്ട് എടുക്കുന്ന എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് ഇത് കാട് പിടിച്ച സ്ഥലമാണ്. വെള്ളറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മൂലയിൽ പൈസയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങളുടെ കൂടെ ഒരു സ്ഥലം വാങ്ങിയിട്ടു. ആ സ്ഥലം ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഇന്ന് സ്റ്റേഡിയം നല്ലതെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെ. രണ്ടാമത്തെ കാര്യം, ശ്രീമാൻ ശ്രീ അശോക് കുമാറിനും ശ്രീമതി ജയന്തിക്കും ഒരു ഭാഗ്യമാണ്. കാരണം അവർ രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിയ ഒരു സ്ഥലം, ആ സ്ഥലം സ്റ്റേഡിയമാകുമ്പോൾ അവർ ഭരണസമിതി അംഗങ്ങളല്ലെങ്കിൽ ഈ സ്റ്റേജിൻ്റെ ഒരു മൂലയിൽ പോലും ഇരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ വാങ്ങിയ വസ്തു, നിങ്ങൾ ഇരിക്കുന്ന ഭരണസമിതി, ആ ഭരണസമിതിയുടെ പ്രസിഡന്റ് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ്. നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ആശംസ നേരുന്നു. നമ്മുടെ പഞ്ചായത്തിന് ഇത്രയധികം പഞ്ചായത്തിലെ പ്രിയപ്പെട്ടവർക്കും ഇവിടെ 4 മണിക്കും 5 മണിക്കും വന്ന് ഈ വേദിയെ ധന്യമാക്കി തീർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അപേക്ഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ലഹരി വിമുക്തമാക്കി ഈ സ്റ്റേഡിയം ഈ നാടറിയുന്ന, ഈ ജില്ല അറിയുന്ന, ഈ സംസ്ഥാനം അറിയുന്ന ഒരു സ്റ്റേഡിയമാക്കി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്കുള്ള മൊമെന്റ് വിതരണമാണ്. എല്ലാവരും സഹകരിക്കാം. എല്ലാ വിജയവും ഒത്തിരി പേര് ചേർന്നുള്ളതാണ്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, ഒരുപാട് പേരുടെ വെറുപ്പ്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ദീർഘവീക്ഷണത്തോടു കൂടെയുള്ള പ്രവർത്തനത്തിന്റെയൊക്കെ ഫലമാണ് എല്ലാ വിജയവും. അതിന്റെ പിന്നിൽ ഒത്തിരി ത്യാഗം ഉണ്ടാകും, ഒത്തിരി സഹനം ഉണ്ടാകും. നേരത്തെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് ശ്രീ സി അശോക് കുമാറോടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, അദ്ദേഹം ആ വസ്തു വാങ്ങാനായിട്ട് വന്നപ്പോൾ ഉണ്ടായ ആ സാഹചര്യത്തെ പറ്റി. തീർച്ചയായിട്ടും യോഗ നടപടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.